നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കണ്ണൂർ പാപ്പിരിശ്ശേരിയിലെ തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12കാരി. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് പെൺകുട്ടി പോലീസിനോട് സമ്മതിച്ചു. സ്നേഹം പങ്കിട്ടു പോകുമോ എന്ന ഭയമായിരുന്നു പെൺകുട്ടിക്കെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയായ പെൺകുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. നിയമത്തിനു മുന്നിൽ 100% ഉറപ്പിക്കാവുന്ന കുറ്റകൃത്യം, എന്നാൽ അതിലേക്ക് 12കാരിയെ നയിച്ച കാരണമാണ് ഞെട്ടിപ്പിക്കുന്നത്. ഒരു ജലസ് ഉണ്ടായി. ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡ് ആയപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ മരണശേഷം മുത്തുവിനും അക്കമ്മലിനുമൊപ്പമാണ് 12കാരിയുടെ ജീവിതം. അവരുടെ ലാളനയിൽ സംരക്ഷണത്തിൽ ജീവിതം മുന്നോട്ട് പോയി. സംഭവം ഇത് നമുക്കറിയില്ല. അമ്മ ഇന്നലെ രാത്രി ഒരു 4 മണി ശേഷമാണ് ഇവിടെ വന്ന്. മുത്തായിട്ട് എൻ്റെ അമ്മച്ചിൻ്റെ ഏട്ടനാവും, മുത്തിൻ്റെ അച്ഛൻ, അങ്ങനെ ബന്ധക്കാർ. സംഭവം അറിഞ്ഞത് 12 മണിക്ക് അറിഞ്ഞത്, രാത്രി 12 മണിക്ക് അറിഞ്ഞത് സംഭവം. തന്നെ വന്നിട്ട് ഇവിടെ തന്നെ രാത്രി കടന്നിട്ട് എല്ലാ സൈറ്റിലേക്ക് നമ്മൾ പോയത്. അതിനിടെയാണ് മുത്തു അക്കമ്മൽ ദമ്പതികൾക്ക് പുതിയൊരു കുഞ്ഞ് പിറവിയെടുക്കുന്നത്. തനിക്ക് കിട്ടിയിരുന്ന സ്നേഹം പങ്കിട്ടു പോകുമോ എന്ന ആശങ്ക പതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചു. രാത്രി കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ ആരും അറിയാതെ എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം 12കാരിയുടെ സ്വഭാവത്തിൽ സംശയമുണ്ടായിരുന്നുവെന്ന അയൽവാസിയുടെ മൊഴി കേസിൽ നിർണായകമായി. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു. 24 കണ്ണൂർ. നോക്കുകൂലി ചൂണ്ടിക്കാട്ടി രാജ്യസഭയിൽ CPIM-നെ കടന്നാക്രമിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കുന്നതിന് പോലും കേരളത്തിൽ CPIM-കാർ നോക്കുകൂലി വാങ്ങുമെന്നാണ് വിമർശനം. ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിലും ബംഗാളിലും വ്യവസായത്തെ തകർത്തതെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു. West Bengal saw the worst riots ever in history under the CPM rule. Tripura suffered under the CPM rule. Kerala is not able to recover because of the horrible policy of industrialization that they had. ധനവിനിയോഗ ബില്ലിലും മണിപ്പൂർ ബജറ്റിലും നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുന്നതിനിടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ CPIM-നെ കടന്നാക്രമിച്ചത്. ബംഗാളിൽ നിന്നുള്ള CPIM MP ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യ ഇടപെട്ടതാണ് ധനമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നോക്കുകൂലി പരാമർശിച്ച രൂക്ഷ വിമർശനം. ബസ്സിൽ നിന്ന് ലഗേജ് ഇറക്കുമ്പോൾ പോലും CPIM പ്രവർത്തകർ നോക്കുകൂലി പിരിക്കുന്നെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ. Nokukuli is not there anymore in Kerala. Can I say what that Nokukuli was, sir? Nokukuli is a place where Nokukuli happens when workers are all sitting together looking if there can be some work. CPI അംഗം P. സന്തോഷ് കുമാർ ആരോപണം നിഷേധിച്ചെങ്കിലും മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പോലും കേരളത്തിൽ നോക്കുകൂലി ഉണ്ടായിരുന്നെന്ന് സമ്മതിക്കുന്നുണ്ടെന്ന് ധനമന്ത്രി തിരിച്ചടിച്ചു. കമ്മ്യൂണിസമാണ് കേരളത്തിലും ബംഗാളിലും വ്യവസായത്തെ തകർത്തതെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു. ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഒരാഴ്ച പിന്നീട് മുൻപാണ് CPIM-നെതിരെ ധനമന്ത്രി അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. 24 ഡൽഹി. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള 4 അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാവിലെ 10:37 ഡ്രാഗൺ പേടകം യാത്ര തിരിച്ചത്. നാളെ പുലർച്ചെ 3:27 ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങും. ഇനി ആ 4 അംഗ ശാസ്ത്ര സംഘം ഭൂമിയെ തൊടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. A couple of hours from now is on the Zenith or space-facing port of the Harmony module. The newly arrived Crew 10 crew docked early Sunday morning. നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:15 ഡ്രാഗൺ പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടച്ചത്. 10:15 അൺഡോക്കിംഗ് ആരംഭിച്ചു. ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം 10:37 പൂർണ്ണമായി വേർപ്പെടുത്തി ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു.
10:24 p.m. Pacific time. And on your screen there we are getting a ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയ്ക്ക് തുടക്കമാകും. തുടർന്ന് വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും. 1600°C താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ 4 ഇരട്ടി ഗുരുത്വാകർഷണം യാത്രികർക്ക് അനുഭവപ്പെടും. തുടർന്ന് 4 പാരച്യൂട്ടുകൾ വിടരുകയും ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പുലർച്ചെ 3:27 പേടകം പതിക്കുകയും ചെയ്യും. സ്പേസ് എക്സിന്റെ MV മാഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിക് ഹാഗിനെയും അലക്സാണ്ടർ ഗോർബിനോവിനെയും നിലയത്തിലെത്തിച്ച ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹാഗും അലക്സാണ്ടർ ഗോർബിനോവും മടങ്ങിയത്. ഏറ്റവുമധികം സമയം ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെട്ട വനിത എന്ന റെക്കോർഡും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3ാമത്തെ യാത്രയിൽ സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തുന്ന സുനിത വില്യംസിനെ കുടുംബസമേതം ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത്. സുനിത വില്യംസിന്റെ സന്ദർശനം രാജ്യത്തെ പെൺകുട്ടികൾക്ക് പ്രോത്സാഹനമാകും. സുനിത വില്യംസിന്റെ നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണിക്ക് പിന്നാലെ പരിശോധനയ്ക്കിടെ കടന്നലാക്രമണം. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ, കളക്ടറേറ്റ് ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കടന്നലുകളുടെ കുത്തേറ്റു. അതേസമയം തിരുവനന്തപുരം, പത്തനംതിട്ട കളക്ടറേറ്റുകളിലെ ബോംബ് ഭീഷണി വ്യാജമെന്ന് കണ്ടെത്തി. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി എന്ന വിവരം പുറത്തെത്തി. പിന്നാലെ പരിശോധനകൾക്കായി ബോംബ് സ്ക്വാഡും പോലീസും കളക്ടറേറ്റിലെത്തി. കളക്ടറേറ്റിനുള്ളിലും പരിസരത്തും വ്യാപകമായ പരിശോധന നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കടന്നലുകളുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. കളക്ടറേറ്റ് വളപ്പിലുണ്ടായിരുന്ന കടന്നൽ കൂടി ഇളകിയതിനെ തുടർന്നായിരുന്നു ആക്രമണം. ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം കടന്നൽ കുത്തേറ്റു. പിന്നാലെ കളക്ടറേറ്റ് ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും കുത്തേറ്റു. കളക്ടറേറ്റിൽ പരിശോധന നടക്കുന്ന സമയമായതിനാൽ ജീവനക്കാരെല്ലാം പുറത്തായിരുന്നു. ഇതിനിടയിലേക്കാണ് കടന്നൽ കൂട്ടം ഇരച്ചെത്തിയത്. കുത്തേറ്റ് അവശനിലയിലായവരെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകി. പത്തനംതിട്ട കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തും ഭീഷണിയുണ്ടായത്. എന്നാൽ 2ഇടത്തും ബോംബ് ഭീഷണി വ്യാജമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ലഹരി വ്യാപനത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. KSUവിന്റെ പേര് കഞ്ചാവ് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് മാറ്റണമെന്ന് M നൌഷാദ് പരിഹസിച്ചപ്പോൾ കേസുകളിൽ പ്രതിസ്ഥാനത്ത് SFI ആണെന്നായിരുന്നു PK ബഷീറിന്റെ ആക്ഷേപം. സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയല്ല പ്രശ്നത്തെ സമീപിക്കേണ്ടത് എന്നായിരുന്നു എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ മറുപടി. എക്സൈസ് വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയിലാണ് ലഹരി വ്യാപനം സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ നുരഞ്ഞു പൊന്തിയത്. പ്രതിപക്ഷത്തു നിന്ന് ചർച്ച തുടങ്ങിവെച്ച അൻവർ സാദത്താണ് സർക്കാരിനെതിരെ മുനകൂർപ്പിച്ചത്. PK ബഷീറിലെത്തിയപ്പോൾ വീര്യം കൂടി. ഒരു വശത്ത് റാഗിങ്, മറുവശത്ത് മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാനത് പറയുന്നില്ല. ഭരണപക്ഷത്തു നിന്ന് രാഷ്ട്രീയ വിമർശനമുയർന്നെങ്കിലും M നൌഷാദാണ് ആക്രമണം കടുപ്പിച്ചത്. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരിൽ നിന്നുമാണ് വിപുലമായ തരത്തിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ളത് മാറ്റി കഞ്ചാവ് സ്റ്റുഡൻസ് യൂണിയനായി KSU മാറി. ഒരേ സമയം ലഹരി വ്യാപനത്തിനെതിരെയും ബ്രൂവറിക്ക് വേണ്ടിയും സംസാരിക്കുന്ന എക്സൈസ് മന്ത്രി കുമ്പിടിയാണോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം. ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? ലഹരി വ്യാപനത്തിനെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം ചർച്ചയിൽ രാഷ്ട്രീയം കലർത്തിയതിനോട് മന്ത്രി MB രാജേഷ് വിയോജിച്ചു. വാചകമേളയിൽ പോര് വരാനാണ് ഈ വിധം സംസാരിക്കുന്നത് എന്നായിരുന്നു രാജേഷിന്റെ പരിഹാസം. ഈ സാമൂഹിക വിപത്തിനെ പോയിന്റ് സ്കോർ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാക്കിയിട്ട് ഉപയോഗിക്കാൻ ഉത്തരവാദിത്വമുള്ള, വിവേകമുള്ള ആർക്കെങ്കിലും കഴിയും. 24 തിരുവനന്തപുരം. കുംഭമേളയെക്കുറിച്ച് ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ പ്രസ്താവന നടത്തി. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. പ്രയാഗ്രാജ് മഹാകുംഭമേള മഹാവിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ. കുംഭമേള രാജ്യത്തെ ജനങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തി. കുംഭമേളയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് നന്ദി പറഞ്ഞു. ഷിക്കാഗോ സമ്മേളനത്തോടാണ് കുംഭമേളയെ പ്രധാനമന്ത്രി ഉപമിച്ചത്. महाकुंभ से अनेक अमृत निकले हैं. एकता का अमृत इसका बहुत पवित्र प्रसाद है. महाकुंभ ऐसा आयोजन रहा
जिसमें देश के हर क्षेत्र से, हर एक कोने से आए लोग एक हो गए। लोग अहम त्याग कर वयम के भाव से കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചർച്ച വേണമെന്ന ആവശ്യം സ്പീക്കർ നിരസിച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. अपने सीट पे माननीय मंत्री जी जवाब देने वाले हैं। फिर बैठिए अपनी अपनी सीट पर, किसी को मौका नहीं मिलेगा। अगर बैठेंगे तो सीट पे मौका मिलेगा। आप जाइए अपनी अपनी सीट पे बैठिए। अगर आप नहीं बोलना चाहेंगे तो 1 बजे माननीय मंत्री जी भी जवाब देंगे। आपको फिर मैं आग्रह कर रहा हूं, जाइए अपनी अपनी सीट पे बैठिए। अगर आप अपनी सीट पे नहीं बैठेंगे तो 1 बजे माननीय मंत्री जी जवाब देंगे। तैयार है आप? नहीं बोलना आपको? चलिए आप अपनी सीट पे बैठिए। आप अपनी सीट पे बैठिए। नहीं बैठना चाहते हैं? मैं इतना ही कहना चाहता हूं, मान्यवर अंधेरों की साजिश है, अगर आप सीट पे बैठेंगे रोज रोज होती है, फिर भी उजालों की जीत तो 1 बजे हर सुबह होती है। मंत्री जी जवाब देंगे। आप कितना ही सदन की कार्रवाई 1 बजे तक के लिए स्थगित की जाती है। അതേസമയം കുംഭമേളയിൽ മരിച്ചവരുടെ കണക്ക് സൂക്ഷിച്ചിട്ടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ ഇത്തരം വിവരങ്ങൾ സൂക്ഷിക്കാറില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയെ അറിയിച്ചു. അടുത്ത വാർത്തയിലേക്ക്. കൊല്ലം കടക്കൽ ദേവീ ക്ഷേത്രോത്സവത്തിൽ വിപ്ലവ ഗാനം ആലപിച്ച സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനൊരു വിശദീകരണം തേടി ഹൈക്കോടതി ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്നാണ് നിർദ്ദേശം. ഭക്തർ നൽകുന്ന പണം ധൂർത്തടിച്ച് കളയാനുള്ളതല്ലെന്നും കൂടുതൽ പണമുണ്ടെങ്കിൽ അന്നദാനം നൽകുമെന്നും കോടതി പറഞ്ഞു. എങ്ങനെയാണ് ഇത്തരം പരിപാടികളൊക്കെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല നടന്നത്. ഭക്തിഗാനങ്ങളല്ലാതെ സിനിമാ പാട്ട് പാടാനുള്ളതാണോ ഉത്സവ സമയത്തെ ഗാനമേളയെന്ന് കോടതി ചോദിച്ചു. അന്വേഷണം നടത്താൻ ചീഫ് വിജിലൻസ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചു. മുനമ്പം ഭൂമി തർക്കത്തിൽ സർക്കാരിനെതിരെ സമരക്കാരും വഖഫ് സംരക്ഷണ സമിതിയും. വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് സമരസമിതി ആരോപിച്ചു. സമരക്കാരെ പ്രീതിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് വഖഫ് സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ നിയമയുദ്ധവും സമരവും ശക്തമാക്കാനൊരുങ്ങുകയാണ് സമരസമിതി. തുടർ സമരങ്ങളിൽ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനാണ് തീരുമാനം. കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സമരസമിതിയുടെ ആരോപണം. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് തരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് റവന്യൂ ശരിയായ രീതിയിലുള്ള നിയമോപദേശം തേടാതെ നടന്നതിന്റെ പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേസമയം സമരസമിതിയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിനെന്ന ആരോപണമാണ് വഖഫ് സംരക്ഷണ സമിതിക്ക്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നിയമപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത്. ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സിമ്പതി കൈപ്പറ്റുന്നതിനോ ഇവിടുത്തെ വർഗീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ഊർജം നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിലവിലെ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അംഗീകരിക്കുകയോ വഖഫ് ട്രിബ്യൂണലിന്റെ അന്തിമ ഉത്തരവിന് കാത്തിരിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും ആലോചനയുണ്ട്. എന്നാൽ എന്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചെന്ന സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിയാത്തത് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. 24 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി തെരഞ്ഞെടുത്ത എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രക്ഷോഭത്തിലേക്ക്. തൊഴിൽ വകുപ്പ് മന്ത്രി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന ആരോപണമുണ്ട്. ഈ മാസം 22-ന് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 27-നാണ് മുഖ്യമന്ത്രി മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത്. എസ്റ്റേറ്റിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിലാനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഈ തൊഴിലാളികളുടെ നിലവിൽ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഔദ്യോഗികമായി തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് വ്യവസ്ഥ ഉണ്ടാക്കണം. രണ്ടാമത്, ഈ ഏറ്റെടുക്കുന്ന ഡിവിഷനിലെ തൊഴിലാളികളെ അവിടുന്ന് പിരിഞ്ഞു പോകണമല്ലോ. ആ തൊഴിലാളികളെ സംബന്ധിച്ച് എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം.
അത് ചർച്ച ചെയ്യുന്നതിന് ഇതുവരെയുള്ള ഒരു സന്നദ്ധത മന്ത്രി നോട്ട് എഴുതി കൊടുത്താണ്. ഈ യോഗ അടിയന്തരമായി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ട് എഴുതി കൊടുത്തിട്ട് 10-20 ദിവസമായി. തൊഴിലാനുകൂല്യങ്ങളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ കളക്ടറേറ്റിന് മുന്നിൽ 22-ന് പ്രതിഷേധിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികളെയും 300 തൊഴിലാളികളെ അനാഥരാക്കുന്ന വിധത്തിലേക്ക് ഈ വിഷയം പോകുമ്പോഴാണ് ശക്തമായി ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് നടന്നത്. എന്നാൽ മാനേജ്മെന്റ് ഇതിന് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. അതേസമയം ദുരന്തബാധിതരായ 250 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് സർക്കാർ SDF-ൽ നിന്ന് തുക അനുവദിച്ചു. 1,07,00,000 രൂപയാണ് അനുവദിച്ചത്. ഒരു ലാപ്ടോപ്പിന് 42,810 രൂപ ചെലവഴിക്കും. 24 വയനാട്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN 40. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ SKN 40 കേരള യാത്രയ്ക്ക് തിരുവനന്തപുരം ലുലു മോളിലും വൻ സ്വീകരണം. ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ V നന്ദകുമാറിന്റെയും തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദന്റെയും നേതൃത്വത്തിലാണ് യാത്രയെ വരവേറ്റത്. ലുലു മോളിലെ ജീവനക്കാരും ഉപഭോക്താക്കളും പൊതുജനങ്ങളും യാത്രയുടെ ഭാഗമായി. ആർ ശ്രീകണ്ഠൻ നായർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ലുലു മോളിൽ യാത്രയ്ക്കൊപ്പം പങ്കുചേർന്നു. ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന മത്സര പരിപാടികളും ലുലു മോളിൽ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ ആർ ശ്രീകണ്ഠൻ നായർക്ക് തിരുവനന്തപുരം ലുലു മോളിന്റെ ഉപഹാരം അധികൃതർ സമ്മാനിച്ചു. മകന്റെ ക്രൂരതയിൽ ജീവിതം വഴിമുട്ടിയ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ അബ്ദുൾ റഹീമിന് 24 വീട് നിർമ്മിച്ചു നൽകും. മകൻ അഫാന്റെ ആക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റ ഭാര്യ ഷെമിയുമായി എങ്ങും പോകാനിടമില്ലാതെ നിൽക്കുന്ന അബ്ദുൾ റഹീമിനാണ് 24 കൈത്താങ്ങാകുന്നത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന യാത്രയ്ക്കിടെ അബ്ദുൾ റഹീമിന് ഇക്കാര്യം ഉറപ്പ് നൽകി. അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്. മകൻ കൊല നടത്തിയ പേരുമലയിലെ ആ ദുരന്ത വീട്ടിലേക്ക് അബ്ദുൾ റഹീമും ഷെമിയും തിരികെ പോകേണ്ടി വരില്ല. അബ്ദുൾ റഹീമിന്റെ പാങ്ങോട്ടുള്ള ഭൂമിയിൽ 24 വീട് വെച്ച് നൽകും. വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന് അബ്ദുൾ റഹീമിന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. അങ്ങേക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാണ്. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങേക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. അങ്ങ് അതിലൊന്നും വിഷമിക്കേണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങാം. സ്നേഹസ്പർശം കെയർ ഹോമിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ SKN നേരിട്ടെത്തി ആശ്വസിപ്പിച്ചു. ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ SKN 40 കേരള യാത്ര വെഞ്ഞാറമൂടെത്തിയപ്പോഴാണ് അഫാന്റെ മാതാപിതാക്കളെ കണ്ടത്. 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.